വർമാസ് രുചി വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പാചകം ഞാനല്ല കേട്ടോ, സാവിത്രി ടീച്ചറാണ്. സാവിത്രിയടത്തിയെ കുറിച്ചിട്ട് ഇനി പ്രത്യേകിച്ചൊരു ആമുഖത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. സംഗീതത്തിലും സാഹിത്യത്തിലും തിരുവാതിരകളിയിലും മാത്രമല്ല, പാചകത്തിലും ടീച്ചർ ഒരു സംഭവം തന്നെയാണ്. ഷൂട്ടിങ്ങിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് അണിമംഗലത്തേക്കുള്ള യാത്രകൾക്കിടയിലാണ് എനിക്ക് തീരെ പരിചിതമല്ലാത്ത ഈ മാങ്ങാത്തൊക്കിനെ കുറിച്ചിട്ട് ഞാൻ ആദ്യമായി കേൾക്കുന്നത്. ഒരിക്കൽ രുചിച്ചു നോക്കിയപ്പോൾ അതിഗംഭീരം. എന്നാൽ ഇത് നമുക്കൊന്ന് വർമാസ് രുചി വേൾഡിലൂടെ അവതരിപ്പിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർക്ക് പൂർണ്ണ സമ്മതം. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം സാവിത്രിയടത്തിയുടെ മാങ്ങാത്തൊക്ക്. അപ്പോൾ സാവിത്രിയടത്തി നമുക്ക് മാങ്ങാത്തൊക്ക് ഉണ്ടാക്കാൻ തുടങ്ങാല്ലേ? ഇപ്പൊ എത്ര മാങ്ങ എടുത്തേക്കണം? നമ്മൾ 5 മാങ്ങ എടുത്തിട്ടുണ്ട്. 5 മാങ്ങ എടുത്തിട്ടുണ്ട്. തോലൊക്കെ ചെത്തിട്ട് വേണം. തോലൊക്കെ ചെത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ. അത് മൂവാണ്ടൻ മാങ്ങയാണ്. മൂവാണ്ടൻ മാങ്ങ ചെനച്ച മാങ്ങ, അതായത് പഴുപ്പിന് അടുത്ത് എത്തിയിട്ടില്ല. ആ ഒരു ചെനച്ച അതാണ്. പിന്നെ അതുപോലത്തെ മറ്റ് മാങ്ങകളുണ്ട്. അങ്ങനത്തെ മാങ്ങകളൊക്കെ എടുക്കാം. അങ്ങനെ കഴുമ്പുള്ളത്, നാരില്ലാത്ത കഴുമ്പുള്ള തരം ഏത് മാങ്ങയും തിന്നെടുക്കാം. ഭയങ്കര പുളിയില്ലാകുമ്പോൾ ഒരു സ്വാദ് കുറയും. അപ്പോൾ നല്ല ചെനച്ച മാങ്ങയിൽ ഒരു ചെറിയൊരു മധുരവും ഉണ്ടാവും, പുളി ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഞാൻ പരീക്ഷിച്ചതിൽ അങ്ങനെയാണ്. പച്ചമാങ്ങയും ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം അതിലും വായിക്ക് സ്വാദ് തോന്നുന്നത് ഈ ചെനച്ച മാങ്ങയാണ്. വെറുതെ ഇങ്ങനെ സ്ലൈസായിട്ട് ഇങ്ങനെ നുറുക്കുക, അത്രയേ ഉള്ളൂ. പ്രത്യേക ഷേപ്പൊന്നുമില്ല. അതിൽ നൈസാവണം. അതെ അതെ അതെ, ഇങ്ങനെ ചെത്തിയെടുക്കുക. മാങ്ങ ഇങ്ങനെ നൈസായിട്ട് അരിഞ്ഞ് റെഡിയാക്കാം. ആദ്യം നല്ലെണ്ണ കുറച്ച് ഒഴിക്കാം. 2 സ്പൂൺ ആവാം. കായിട്ടിട്ടുണ്ട്. അതൊന്നും മൊരിയണ്ടേ. നമുക്ക് പാകത്തിന് എടുത്താൽ മതി. ഞാൻ കുറച്ച് അധികം എടുക്കുന്നുണ്ട്. ചിലപ്പോൾ അത് മുഴുവൻ വേണ്ടി വരും. ഇത് കണക്കാണ്. മാറി തുടങ്ങി. പിന്നെ പൊടിച്ച് ചൂടാറി കഴിഞ്ഞാൽ പൊടിച്ചാൽ പൊടിയും. ആക്കി വേണ ഒരു പാത്രമാണ്. കായം പൊടിക്കണോ എന്തൊരു എളുപ്പമായിട്ടാണ്. മിക്സി വേണ്ട, ഒന്നും വേണ്ട. നന്നായിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ പാത്രത്തിൽ വെച്ചിട്ട് തന്നെയാണ്, ഗ്ലാസിന്റെ പിൻഭാഗം കൊണ്ടാണ് സാവിത്രിയടത്തി ഇവിടെ കായം പൊടിക്കുന്നത്. കായം നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കുന്നില്ല. പലരും കായം പൊടിക്കുമ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഉൾഭാഗം വേവില്ല. അപ്പൊ നമ്മള് മിക്സിയുടെ ജാറിലോ എങ്ങനെ ഇട്ട് പൊടിച്ചാലും അതെ അതെ, മൊരിയണത് അറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് തന്നെ മുറിച്ച് കൊടുക്കണം. വലിയ കഷ്ണേ ആ എണ്ണയിൽ ഇട്ടിട്ട് തന്നെ നമ്മള്. അപ്പൊ കായം വറുത്ത് പൊടിക്കാനുള്ള ഒരു എളുപ്പ വിദ്യ പറയണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കായം ചട്ടയം കൊണ്ട് തന്നെ മുറിച്ചു കൊടുക്കാം. മുറിച്ചു കൊടുക്കുമ്പോ അതിന്റെ ഉൾഭാഗം നന്നായിട്ട് മുരിഞ്ഞു, എന്നിട്ട് ഒന്ന് അമർത്തിയും കൊടുക്കുക. അപ്പൊ പൊള്ള വരുമ്പോ അതങ്ങോട്ട് പരത്തി കഴിഞ്ഞാല് ഉള്ളിലെ വേവും ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒട്ടും പ്രയാസമില്ലാണ്ട് ഒരു ഗ്ലാസ്സിൽ ഒരു 2 മിനിറ്റ് പോലും എടുത്തില്ല. അതിനൊക്കെ മുമ്പാണ് പൊടിച്ചെടുത്തു. അങ്ങനെ അത് ചെറിയ അടപ്പിലൊക്കെ വെച്ചിട്ടേ ഇങ്ങനെ ഒട്ടും തെറിക്കില്ല. പിന്നെ മാങ്ങ ചെത്തി വെച്ച പാത്രമാണല്ലോ, എളുപ്പമാണ്. 2 സ്പൂൺ കൂടി എണ്ണ ഒഴിച്ച് 2 സ്പൂണോളം ഉണ്ടാവും. അത്രയും ഇടാം. ഉലുവയ്ക്കും മൂപ്പ് പ്രധാനമാണ്. മൂക്കാന്ന് വെച്ചാൽ അത് കറുത്ത നിറാവണം. അപ്പോഴേ അത് ഉള്ളു വേവുള്ളൂ, ഉള്ളു മൊരിയുള്ളൂ എന്നാ പറയാ. അതെ, നമ്മള് ഉലുവ ഇങ്ങനെ ഓട്ടുവറവ് എന്ന് പറയും. ഓട്ടുവറവായിട്ട് നമ്മൾ വറക്കുമ്പോൾ, എണ്ണയില്ലാണ്ട് വറക്കുമ്പോൾ ഉലുവ പൊടിച്ചു വെക്കാനായിട്ട് അപ്പോഴും അങ്ങനെ തന്നെയാണ്. ഉപ്പിലിട്ടതിനൊക്കെ ഇടാനായിട്ട്. അപ്പോൾ നല്ല ബ്രൗൺ നിറം പോയിട്ട് കുറച്ചും കൂടി ഒരു കറുപ്പ് നിറമാവണം.
ഓട്ട് വറവ് എന്നാ പറയാ. എണ്ണ ഇല്ലാണ്ട് വറക്കണേന് ഓട്ട് വറവ് എന്ന് പറയും. അല്ല എന്തായാലും ഇപ്പൊ കായായാലും നമ്മള് ചൂടുള്ള ഒരു എല്ലാം വറവ് കഴിഞ്ഞാൽ അതുമേ ആ കനൽപ്പുറത്ത് ഇങ്ങനെ ഇട്ട് വെക്കും. അപ്പൊ ഓട്ട് വറവായിട്ട് നമുക്ക് അതന്നെ ഓട്ട് വറവ്. ഇത് കറുക്കല അല്ല കരിയലല്ല, അത് ഉണ്ടോ ആ ഒരു ബ്രൗണിന്റെ കഴിഞ്ഞ് അപ്പൊ വാസന വരില്ലേ? അതെ അതെ അല്ല ആ നിറം കറുപ്പിലേക്ക് എത്തണം. ഏതാണ്ട് അതെ ഇടട്ടെ ഇടാം. അപ്പൊ ഈ ഉലുവ പൊടിക്കണമൊന്നുമില്ല, ഉലുവ ഇങ്ങനെ തന്നെ മാങ്ങത്തോക്കിൽ കിടക്കാനുണ്ട്. ഒരു കറുപ്പ് വർണ്ണം പോലെയായി. അതെ അതെ അതെ, കാണാനും ഭംഗിയുണ്ട്. ഒന്ന് യോജിപ്പിക്കുക, അത്രയേ ഉള്ളൂ. വഴറ്റൊന്നുമില്ല, വെറുതെ ഒന്ന് യോജിപ്പിക്കുക. അതെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് 2 സ്പൂൺ ഇടാൻ തോന്നുന്നു. 2 സ്പൂൺ മുളക് പൊടിയാണ്. അപ്പൊ എരിവൊക്കെ നിങ്ങൾ ഒരു പരിധിവരെയൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഏതായാലും 2-2.5 എടുക്കാം. 2.5 സ്പൂൺ വരെയൊക്കെ മുളക് പൊടി ചേർക്കാം. അപ്പൊ നല്ല എരിവുള്ള മുളക് പൊടി തന്നെയല്ലേ? അതെ അതെ, എരിയ മുളകിന്റെ പൊടിയല്ല, എരിവുള്ള മുളക് പൊടി തന്നെയാണ്. 2.5 സ്പൂണ് നമ്മളോട് ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഇതിങ്ങനെ കാണണം, ഉലുവ ഉണ്ടായി കഴിയുമ്പോഴേ. ഉലുവ മാങ്ങയുടെ ഇടയിൽ കാണാം. 5 മാങ്ങയ്ക്ക് 2 സ്പൂൺ ഉലുവയും 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. വെള്ളം ഒഴിക്കണം. വെള്ളം എത്ര വെള്ളം ഒഴിക്കുന്നുണ്ടാവും? ഏതാണ്ട് അതങ്ങനെ ഒപ്പത്തിന് നിക്കണം. മാങ്ങ വേവണം. അതെ, മാങ്ങ വെള്ളത്തില് വേവണം. പാകത്തിന് വെള്ളം. മാങ്ങ ഏകദേശം മുങ്ങാൻ പാകത്തിന്, മുങ്ങണ്ട, ഏകദേശം മാങ്ങയുടെ ഒപ്പം നിൽക്കണ പാകത്തിന്. അതെ അതെ. അപ്പൊ നമ്മള് വല്ലാണ്ട് വഴറ്റണമൊന്നുമില്ല എണ്ണയില്. മാങ്ങ ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് മാങ്ങ മുങ്ങല്ല, മാങ്ങയുടെ ഒപ്പം നിൽക്കണ പാകത്തിന് വെള്ളം ഒഴിക്കുകയാണ്. നമ്മൾ ഈ വെള്ളത്തിൽ വേവിച്ചെടുക്കണം, അടച്ചു വെച്ച് വേവിക്കണം. വെന്ത് കഴിഞ്ഞിട്ട് വേണം ഉപ്പിട്ടാലേ ചിലപ്പോൾ. അപ്പോൾ അത് വേവട്ടെ, വെന്തതിന് ശേഷം ഉപ്പിട്ടാൽ മതി. നമ്മൾ ആയോ നോക്കുകയാണ് കേട്ടോ, വേവായോ ഒന്ന്. ഏതാണ്ട് വെന്ത പോലെ ആയിട്ടുണ്ട്. മാങ്ങ വളരെ നൈസായിട്ട് നുറുക്കിയേക്കണം, അതുകൊണ്ട് തന്നെ വേഗം വെന്ത് കിട്ടും. നമ്മളൊരു 5 മിനിറ്റ് കഴിഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞു. ഒന്നുകൂടി ഒന്ന് വെള്ളം വറ്റിക്കോട്ടെ. വെള്ളം കുറച്ചും കൂടി ഒന്ന് വറ്റണം, ഒന്നും കൂടി ഒന്ന് തിക്കാവണം. കിടന്ന് ഇതായാലും മതി. ഇതിലത്തെ വേർപ്പ് വെള്ളം അങ്ങനെ വീഴുവേ. തുറന്ന് വേണ്ട, വെള്ളം വറ്റി തുടങ്ങി. നന്നായിട്ട് കുറുകിയിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം എടുത്തിട്ടുണ്ടാവും നമ്മളത് വേവിക്കാൻ തുടങ്ങിയിട്ട്. 5 മിനിറ്റോളം നമ്മൾ അടച്ചു വെച്ച് വേവിച്ചു. പിന്നെ നമ്മൾ അടപ്പിന്ന് വെള്ളമൊന്നും വീഴണ്ടെന്ന് വെച്ചിട്ട്, ആവിയായിട്ടുള്ള വെള്ളമൊന്നും വീഴണ്ടെന്ന് വെച്ചിട്ട് അടപ്പ് മാറ്റി വെച്ചിട്ടും ഒരു 5 മിനിറ്റോളം വേവിച്ചെടുത്ത് വെള്ളം ഒന്ന് വറ്റുക. പിന്നെ ഇങ്ങനെ ഇളക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ അത് നന്നായിട്ട് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല, വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പോഴാണ് കൂടുതൽ നാളിരിക്കുക. അപ്പൊ ഈ വെള്ളം ഫുള്ള് വറ്റണം എന്നാ പറയണത്. വെള്ളം ഒട്ടും ഇല്ലാണ്ട് മാങ്ങ നന്നായിട്ട് വെന്തിട്ട് എന്നാ വരട്ടി കിടണം, എന്നാ നന്നായിട്ട് ഉടഞ്ഞു പോകില്ല, ചെറിയ കഷ്ണങ്ങളുണ്ടാവും. നമുക്ക് നോക്കാം കുറച്ചു നേരം കഴിഞ്ഞ്. പിന്നെ ഉപ്പിടാൻ പോവാണ്. ഉപ്പും കൈക്കണക്ക് തന്നെയാണ്, കല്ലുപ്പാണ് ഇടുന്നത്. വലിയൊരു സ്പൂൺ ഉപ്പാണ് ഇട്ടിടുന്നത്. അതെ.
ഉപ്പ് നിങ്ങളുടെ രുചിക്ക് അനുസരിച്ചിട്ട് ഇടാം. വേണമെങ്കിൽ തരും മതി. അതെ, അപ്പൊ നമ്മളിവിടെ വലിയ നോക്കിയിട്ട് വേണമെങ്കിൽ അതെ നമുക്ക് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം. പൊടിയുപ്പ് ചേർക്കാം. ഇനി നമുക്ക് കായം ചേർക്കാം. ഇപ്പൊ കായം 1 സ്പൂണ് അല്ലേ? 1 സ്പൂണ് കായപ്പൊടി. 1 സ്പൂൺ കായപ്പൊടി. ഇപ്പൊ നമ്മള് നേരത്തെ പൊടിച്ചു വെച്ചേക്കണ കായപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി അതും വേണമെങ്കിൽ നൈസായിട്ട് പൊടിച്ചിട്ട് വീണ്ടും ചേർക്കാം. സ്വാദ് കുറവുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം. പക്ഷെ ഇത് മതിയായിരിക്കുന്നത് തോന്നുന്നു. അതെ, മതിയാവും. സ്പൂണ് കായപ്പൊടി ചേർത്തിട്ടുണ്ട്. അത് കായത്തിന്റെ സ്വാദ് ഇഷ്ടമുള്ളവർക്ക് സ്വാദ് നോക്കിയിട്ട് വീണ്ടും ഇടങ്ങിയിടാം. മൊരീച്ച കായ ഇടണം, പച്ച ഇടരുത്. ഇനി നമ്മൾ ഇതിലേക്ക് അവസാനമായിട്ട് ഒരു 1/4 സ്പൂൺ ഉലുവപ്പൊടിയും കൂടി ഇടാണ്. അപ്പൊ നമ്മൾ ഉലുവ 2 സ്പൂൺ ഉലുവ ഇതിൽ വറുത്തിട്ടുണ്ട് ഓൾറെഡി. മുഴുവൻ ഉലുവ, പൊടിക്കാത്ത ഉലുവ നമ്മൾ വറുത്ത് ചേർത്തിട്ടുണ്ട് ആദ്യം തന്നെ. അത് കൂടാണ്ട് ഒരു 1/4 സ്പൂൺ ഉലുവപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ടീസ്പൂൺ അല്ല, 1/4 സ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതപ്പോൾ മാങ്ങാത്തൊക്ക് തയ്യാറായി. മാങ്ങാത്തൊക്ക് ഇത് നമുക്ക് ഇഡ്ഡലിക്ക്, ദോശയ്ക്ക്, ചോറിന് എല്ലാം കൂട്ടി കഴിക്കാൻ നല്ല സ്വാദാണ്. എത്ര ദിവസം വരെ കേട് കൂടാണ്ടിരിക്കും? ഇതിപ്പോൾ അധികം പറ്റാത്തതുകൊണ്ട് ഒരു 3 ദിവസം 4 ദിവസം ഒരു കുഴപ്പമുണ്ടാവില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയാൽ നല്ലതാണ്. പിന്നെ അത് വരട്ടിയിട്ടുള്ളത് എൻ്റെ കയ്യിലുണ്ട്, അതും കാണിച്ചു തരാം. നമ്മൾ ഫ്രഷായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു പരുവം മതി. പിന്നെ മാങ്ങക്കാലം കഴിഞ്ഞിട്ട് ധാരാളം മാങ്ങയുണ്ട്. മാങ്ങക്കാലം കഴിഞ്ഞിട്ട് നമുക്ക് അത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വരട്ടി വെച്ചാൽ നല്ലതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇതുപോലെ ആക്കിയിട്ട് കുറച്ചുകൂടി വരട്ടി വെക്കും. എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് ഒന്നും കൂടി നന്നായിട്ട് വരട്ടിയിട്ട് കുപ്പികളിലാക്കി ഫ്രിഡ്ജിൽ വെക്കും. അത് 1 കൊല്ലമൊക്കെ ഉപയോഗിക്കും. 1 കൊല്ലമൊക്കെ ഉപയോഗിക്കും. ഓ, സുഖമായിട്ട് ഉപയോഗിക്കും. പിന്നെ അതിന് ഇടയ്ക്ക് എടുക്കുകയും ചെയ്യാമല്ലോ. മാങ്ങക്കാലം കഴിഞ്ഞാലും ഇല്ല, പിന്നെ ഒരു ചൂടാക്കൊന്നും വേണ്ട. അങ്ങനെ വരട്ടി കഴിഞ്ഞാൽ പിന്നെ ചൂടാക്കുന്നു. ഉപ്പിലിട്ടതൊക്കെ ഫ്രിഡ്ജിൽ നമ്മൾ വെക്കുമല്ലോ, അതുപോലെ വെക്കാം. അതൊന്ന് എടുത്തിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. എല്ലാറ്റിനും ഈ ഒരു പരുവം തൊട്ട് എത്ര വരട്ടിയാലും അത് നമുക്ക് ദോശയ്ക്ക്, ഇഡ്ഡലിക്ക് എല്ലാറ്റിനും ഉപയോഗിക്കാം. ചോറിനും ഉപയോഗിക്കാം. നല്ലോണം വരട്ടി ഈ മാങ്ങാത്തൊക്ക് കുറച്ചധികം മാങ്ങ ധാരാളം ഉണ്ട്. ഒന്നിച്ച് പഴുത്ത് പോണതിന് മുമ്പായിട്ട് ചെയ്യണമെങ്കിൽ കുറേ മാങ്ങ ഉണ്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ വരട്ടി, ഈ ഒരു പരിവല്ല, കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് വരട്ടിയെടുക്കാം. അങ്ങനെ വരട്ടി വെച്ചതാണ്. അത് ഇങ്ങനത്തെയൊക്കെ 1 കൊല്ലമൊക്കെ ഇരിക്കും. പുലിവൊക്കെ ഇരിക്കാനുണ്ടല്ലേ, ഇങ്ങനെ വരട്ടി വയ്ക്കാം. എന്നിട്ട് കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് നമുക്ക് ഒരു പാത്രത്തിലെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. പഴയ കാലത്തെ ഈ ഒരു നാടൻ വിഭവം നമുക്കായി പരിചയപ്പെടുത്തി തന്ന സാവിത്രിയടത്തിയോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വർമാസ് രുചി വേൾഡിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പര്യവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു പുതിയ വിഭവവുമായിട്ട്. അതുവരെ ബായ്.